അപ്പൊ നമ്മുടെ ഇവിടേക്ക് വരുന്ന ഓരോരോ കസ്റ്റമറും ഓരോരോ പ്രതീക്ഷയാണ്. കാരണം അവരുടെ മക്കളുടെ കല്യാണം, വിവാഹം, വീട് കുടിയിരിപ്പ് എന്ന് പറയുന്നതൊക്കെ വലിയൊരു സ്വപ്നമാണ് അല്ലെ? അപ്പൊ അവര് ഒരുപാട് കാലത്തെ സ്വപ്നങ്ങളാണ് ഇവിടെ നമ്മുടെ സെലക്ട് ചെയ്ത് നമ്മുടെ കടയിലേക്ക് വരുന്നത്. ആ സ്വപ്നം തകർക്കരുത് കേട്ടോ. അപ്പോ ആ സ്വപ്നം പറയണമെങ്കിൽ കല്യാണം നമ്മുടെ 2 3 ഇപ്പൊ വരുന്ന കുട്ടികൾ പറയാറുണ്ട് 4 5 വർഷം ആഗ്രഹിച്ച് വരികയാണ്. ചിലപ്പോൾ 1 മാസം കണ്ടു വരുന്നതായിരിക്കാം. അപ്പൊ ഒരു വർഷം മൊത്തം ആലോചിച്ചിരിക്കേണ്ടതാണ് നമ്മുടെ പട്ടുസാരി, നമ്മുടെ സ്റ്റാഫുകള്, നമ്മുടെ കട അല്ലെ? അപ്പൊ അത് അങ്ങനെ ഒരു പ്രതീക്ഷ നമ്മൾ തകർക്കരുത്. നല്ല സർവീസ് കൊടുക്കുക, അവർക്ക് വേണ്ട ഐറ്റംസ് എന്താണോ അവർക്ക് ഒപ്പം തന്നെ നിൽക്കുക. ഒരിക്കലും അവരെ വിഷമിപ്പിക്കരുത്. ജീവിതം മൊത്തം ആലോചിക്കുന്നതാണ്. ഞങ്ങളെ മാത്രം സെലക്ട് ചെയ്ത് ആശ്രയിച്ച് വരുന്നതാണ് അല്ലെ? അപ്പൊ അവരെ പരമാവധി ഹാപ്പി ആക്കാൻ നമ്മൾ തയ്യാറാവണം. എന്തൊരു കാരണം കൊണ്ടും കസ്റ്റമർ സർവീസിലോ അല്ല അവരുടെ ഫീഡ്ബാക്കിലോ ഒരു കുറവും നമ്മൾ വരുത്തരുത്. ഓക്കെ, അവരുടെ കൂടെ തന്നെ പരമാവധി നിൽക്കുക. അവർക്ക് വേണ്ട സൗകര്യങ്ങളൊക്കെ നമ്മൾ പരമാവധി ഓരോരുത്തരും ചെയ്തു കൊടുക്കുക. കാരണം വേറൊരു കുടുംബത്തിൽ നിന്ന് നമ്മുടെ കുടുംബത്തേക്ക് വരികയാണ്. നമ്മുടെ വലിയ കുടുംബത്തിലേക്കാണ് അവർ കടന്നു വരുന്നത്. അപ്പൊ നമ്മൾ ഓരോരുത്തർക്കും സാലറി കൊടുക്കുന്നത് കസ്റ്റമറാണ് അല്ലെ? അവരെ ഇരു കൈ നീട്ടി സ്വീകരിക്കുക. ഒരു കാരണം കൊണ്ടും ചിരിക്കാണ്ടിയോ മുഖച്ചുളുവോ ഒന്നും അവരുടെ മുഖത്ത് കാണിക്കരുത്. സപ്പോസ് എന്തെങ്കിലും പ്രൊഡക്റ്റ് ഇല്ലെങ്കിൽ നമ്മൾ പറ്റാവുന്ന പോലെ അവർക്ക് ശരിയാക്കി കൊടുക്കാം. ഉള്ള പ്രൊഡക്റ്റ് പറ്റാവുന്ന പോലെ റെഡിയാക്കി കൊടുക്കുക. ഇല്ലെങ്കിൽ നമുക്ക് ഗോഡൌണിൽ നിന്ന് അറേഞ്ച് ചെയ്ത് ശരിയാക്കി കൊടുക്കാം. ഓക്കെ, അവര് ഒരിക്കലും ആ വിഷമിച്ചു പോയാൽ ജീവിതം മൊത്തം നമ്മളെ മറക്കാതിരിക്കാനായിട്ട് ഒരു സാഹചര്യമാവും എന്ന് നമ്മൾ ഓർത്ത് വെക്കണം. അവര് ഈ വരുന്ന ഈ ഒരു ഈ സ്വപ്നമായിട്ട് വരുന്നവര് നമ്മളെന്നും ഒരു ഓർത്ത് വെക്കണം. കൂടാണ്ട് നമ്മുടെ ഈ ഒരു വലിയൊരു സപ്പോർട്ട്, നമ്മുടെ തെറ്റും കുറവുകളൊക്കെ മനസ്സിലാക്കി നമ്മുടെ കസ്റ്റമർ ചില ദിവസം തിരക്കുള്ള ദിവസങ്ങളാണെങ്കിലും എന്താണെങ്കിലും നമ്മളെ മനസ്സിലാക്കി നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് കസ്റ്റമർ ഉണ്ടല്ലോ അല്ലെ? എന്തുണ്ടെങ്കിലും സപ്പോസ് ഞാൻ ചോദിക്കാം എന്തെങ്കിലും കിട്ടാണ്ടായിട്ടോ ചോദിച്ചാൽ കൂടി ഇല്ല കിട്ടി എന്ന് പറഞ്ഞ് നമുക്ക് വീണ്ടും വീണ്ടും സപ്പോർട്ട് ചെയ്ത് വരുന്ന കസ്റ്റമർക്ക് വലിയൊരു കയ്യടി കൊടുക്കണം. നമ്മുടെ സപ്പോർട്ട് നിങ്ങളാണെങ്കിൽ നമ്മുടെ എല്ലാവരും സപ്പോർട്ട് ആരാ? കസ്റ്റമറാണ്. അവർക്ക് വലിയൊരു നന്ദിയും വലിയൊരു കയ്യടി എന്നും നമ്മുടെ ഭാഗത്ത് ഉണ്ടാവണം കേട്ടോ. ഇന്ന് മാത്രമല്ല എന്നും നമ്മൾ ഓർത്ത് വെക്കണം കേട്ടോ. എല്ലാവരും ഹാപ്പി ആയിട്ട് പണിയെടുക്കുക. നമ്മുടെ സ്ഥലത്ത് കസ്റ്റമർ ഇല്ലെങ്കിൽ, ജോലി ഇല്ലെങ്കിൽ ആ സ്ഥലത്ത് ഇരുന്ന് റെസ്റ്റ് എടുക്കുക. കൃത്യസമയത്ത് ആഹാരം കഴിക്കുക. ഇതൊക്കെ ഞാൻ എന്നും പറയാറുള്ളതാണ് അല്ലെ? ആഹാരം പട്ടിണിയാക്കിയിട്ടൊന്നും ആരും ഇരിക്കണ്ട. വെള്ളം കുടിക്കുക. എല്ലാവരും ഹാപ്പി ആയിട്ട് തമ്മിൽ കുറ്റം പറയാണ്ടിരിക്കുക. എല്ലാവരും ഹാപ്പി ആയിട്ട് ഈ ഒരു കട, ഒരു കോളേജും എല്ലാം നമുക്ക് ഈ ഒരു കടയാണ് അല്ലെ? ഫാമിലി ആയിട്ട് നമ്മള് വീട് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഏറ്റവും കൂടുതൽ സ്പെൻഡ് ചെയ്യുന്നത് എവിടെയാണ്? ഈ കടയിലാണ്. അപ്പോ നമ്മൾ ഹാപ്പി ആയിട്ട് നമ്മളെല്ലാവരും സ്വയം ഇരിക്കുക. വരുന്ന കസ്റ്റമറും ഹാപ്പി ആക്കി പറഞ്ഞേക്കുക. ഓക്കെ.